വയനാട്ടിലുള്ള DKH കിയയിലാണ്. ഇവിടെ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഏറ്റവും പുതിയ സിറോസ് ലോഞ്ച് ആയ കാര്യം. അപ്പൊ ഈ ഒരു സിറോസിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും DKH DC മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ കിയ സിറോസ്. ഇതിപ്പോ ഡീസൽ വേരിയന്റിന്റെ ഏറ്റവും ബേസ് ഓപ്ഷൻ ആണ് ഇത്. ഇതിലുള്ള കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഇതിന് എഞ്ചിൻ വരുന്ന 1500cc ടെർബോ ആണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് എന്ന് തുടങ്ങുന്ന പോലെ മുൻഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മുൻഭാഗത്ത് തുടങ്ങുവാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഒരു ബോക്സി ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഹെഡ് ലാമ്പ് പറയുകയാണെങ്കിലും ഇതിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ്ങിലാണ് ഒരു ഹെഡ് ലാമ്പ് വന്നിരിക്കുന്നത്. ഇതിൽ ടോപ്പനിലേക്ക് പോകുമ്പോൾ ഫുള്ളി LED ആയി വരും. ഇത് ഹാലജൻ ടൈപ്പ് ആണ് വരുന്നത്. ഇതിൽ ഹാലജൻ ഡിം ആൻഡ് ബ്രൈറ്റ് ഇവിടെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു DRL പോലത്തെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ടോപ്പനിലേക്ക് വരുമ്പോൾ അതും DRL ആയി മാറും. ഇതിലിപ്പോൾ DRLന്റെ ഒരു പ്രതീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. നേരെ മധ്യഭാഗത്ത് നോക്കുവാണെങ്കിൽ ഗ്രില്ലൊക്കെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്ലെയിൻ ആയിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കിയാന്റെ ബാഡ്ജിങ് വലുതായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ബേസ് വേരിയന്റ് തൊട്ടേ മുൻഭാഗത്ത് സെൻസേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ പൊസിഷനും നമുക്ക് കാണാൻ പറ്റും. എയർ ഡാമ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ പൊസിഷനും ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി നേരെ ബോണറ്റ് നോക്കുവാണെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ബോണറ്റാണ്. ഇവിടെ ഒരു ക്യാരക്ടർ ലൈൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് സേഫ്റ്റിയുടെ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ടോപ്പ് എൻഡ് മോഡലിൽ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ മുൻഭാഗത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മുൻഭാഗത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഇവിടെയുള്ള ഒരു ബ്ലാക്ക് പോർഷനും കൂടി ഉണ്ട്. അത് നേരത്തെ പറയാൻ വിട്ടു. ഇവിടെ ഈ ടൈഗർ നോസിന്റെ ഒരു ഷേപ്പ് ഇത് ഇവിടെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. സാധാരണ കിയയിലുള്ള ഒരു ഐഡന്റിറ്റിയാണ് ടൈഗർ നോസ്. അത് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഹെഡ് ലാമ്പ് സൈഡിലേക്കും കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പുറത്തായിട്ട് ഒരു ബ്ലാക്ക് ഒരു കവറിങ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മുൻഭാഗത്ത് നിന്ന് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വലിയൊരു ക്ലാഡിങ് കാണാൻ പറ്റും. ഇത് മാറ്റ് ബ്ലാക്കിലുള്ള ഒരു ക്ലാഡിങ് കാണാൻ പറ്റും. ഇന്ത്യക്കാർക്ക് ഈ ക്ലാഡിങ്ങിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തന്നെ പറയാൻ. ഇനി നേരെ താഴേക്ക് പോകുവാണെങ്കിൽ ഇത് ബേസ് ഓപ്ഷൻ ആണ്. അതായത് ഡീസൽ ബേസ് വേരിയന്റ് ആണ്. ഇതിൽ തന്നെ അലോയ് അവൈലബിൾ ആയിട്ടുണ്ട്. 16 ഇഞ്ചിന്റെ അലോയ് ആണ് വരുന്നത്. 215 60 16 ആണ് ഇതിന്റെ ടയർ സൈസ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷൻ വരുവാണെങ്കിൽ മെക്ഫേഴ്സൺ സ്റ്റേറ്റിന്റെ സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മിറർ നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററാണ്. ഇൻഡിക്കേറ്റർ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ 190 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഇതിന്റെ ഷേപ്പ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഉയർന്നു നിൽക്കുന്ന ഒരു ഷേപ്പാണ് വരുന്നത്. പിന്നെ ഹാൻഡിൽസും ഒക്കെ ഫ്ലഷ് ഹാൻഡിലാണ് വരുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ ഹാൻഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കീന്റെ ഓപ്ഷനും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലത്തെ വിൻഡോ പറയുകയാണെങ്കിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസും കാണാൻ പറ്റും. നേരെ പിൻഭാഗത്തേക്ക് പോകുവാണെങ്കിൽ വലിയൊരു വിൻഡോ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒരു ഷേപ്പ് നമുക്ക് ഇൻക്ലൂഡ് ആക്കിയത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിൻഭാഗത്തും ഒരു ക്വാർട്ടർ ഗ്ലാസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ടോപ്പ് എൻഡിൽ വരുമ്പോൾ ഡിസ്കിലേക്ക് മാറുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഡ്രം ആണ് വരുന്നത്. അതുപോലെ തന്നെ ടിസ്റ്റ് വീമാണ് ഇതിന്റെ സസ്പെൻഷൻ പിൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരെ പിൻഭാഗത്തേക്ക് പോവാം. അതിന് മുന്നേ ഇത് ഇവിടെ ഒരു റോഫൈൽ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവറിന്റെ ഫിനിഷിംഗിലാണ് റോഫൈൽ വന്നിട്ടുള്ളത്. അത് സൈഡ് പറയുമ്പോൾ വിട്ടുപോയതാണ്. പിന്നെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസും വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടാൻ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് പോകുവാണെങ്കിൽ ഇത് ഇവിടെ ഒരു ഡമ്മി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഡമ്മി ലൈറ്റിലേക്ക് മാറുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് വന്ന് വലിയൊരു ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു സ്പോയിലർ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള സ്പോയിലറിന്റെ ഇത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് റൂഫ് മൗണ്ട് ആയിട്ടുള്ള ബ്രേക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ DKH കിയന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ ഒരു ബുക്കിങ്ങിന്റെ നമ്പറൊക്കെയാണ്. ഞാൻ ഇതിന്റെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഈ നമ്പറാണ് ബുക്കിങ്ങിനുള്ളത്. പിന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇത് അവിടെ കിയാന്റെ ബാഡ്ജിങ് വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഓവറോൾ ഡിസൈൻ പറയുകയാണെങ്കിൽ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. വേറൊരു വണ്ടിയിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ഒരു ബോക്സി ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഓവറോൾ ഡിസൈൻ പറയുകയാണെങ്കിലും ഡിഫറന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നേരെ ബ്രേക്ക് ലാമ്പ് നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ബ്രേക്ക് ലാമ്പ് വന്നിരിക്കുന്നത്. അത് സൈഡിൽ നിന്ന് കയറിയിരിക്കുന്ന രീതിയിൽ ബ്രേക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനിങ് എന്ന് വേണം പറയാൻ. പിന്നെ പിൻഭാഗത്ത് ബമ്പർ നോക്കുവാണെങ്കിൽ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഇത് അവിടെയൊക്കെ റിവേഴ്സ് സെൻസേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇതുണ്ട്, ക്യാമറ കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബേസ് ഓപ്ഷൻ തൊട്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഇനി നേരെ താഴേക്ക് പോകുവാണെങ്കിൽ ഒരു ക്ലാഡിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റിന്റെ ഒരു ഡമ്മിയാണ്. ഇത് സിൽവറിന്റെ ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്. പിന്നെ പിൻഭാഗത്തൊരു ലാമ്പും ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത്രയും ആണ് ഇതിന്റെ പിൻഭാഗത്തുള്ളത്. പിന്നെ സിറോസിന്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. ഇത്രയാണ് ഈ ഓവറോൾ ഡിസൈനിങ്ങിന് വരുന്നത്. പിന്നെ ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് പോവുകയാണെങ്കിൽ
360 ക്യാമറ വരുന്നുണ്ട്. അത് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ADAS Level 2 ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് 360 ക്യാമറ. അപ്പൊ ഇത്രയാണ് ഓവറോൾ പിൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. നേരെ മറുഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഈ ഒരു ഫ്യൂൽ ലൈറ്റിന്റെ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. 45 ലിറ്ററാണ് ഫ്യൂൽ ലൈറ്റ് വരുന്നത്. പിന്നെ പിൻഭാഗത്തും ക്ലാഡിംഗ് നമുക്ക് കയറിക്കുന്ന കാണാൻ പറ്റും. ഇതിന്റെ ടെയിൽ ലാമ്പും ഈ ഒരു വശങ്ങളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ ഇതിനാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഓവറോൾ കാര്യങ്ങളിൽ. ഇവിടെ സീറോസിന്റെ ബാറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഡിക്കി ഒന്ന് കണ്ടുനോക്കാം. ഡിക്കിന്റെ ഓപ്പണിംഗ് വരുന്നത് ഇവിടെയാണ്. ഓപ്പൺ ചെയ്തതിന് ഇവിടെയാണ് നമ്പർ പ്ലേറ്റിന്റെ ലൈറ്റ്സ് കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡിക്കിയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സ്പേസ് നോക്കുവാണെങ്കിൽ 465 ലിറ്ററാണ് ഇതിന്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുഴിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിയർ സൈഡ് സീറ്റ് സിംഗിൾ ആയിട്ടാണ് ഇതിന് മടക്കാൻ പറ്റുന്നത്. പക്ഷേ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 60/40 ആയിട്ട് മടക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർസൽ ട്രേയും ടോപ്പ് എൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഇതിന്റെ ഡിക്കിന്റെ കാര്യങ്ങളിൽ. നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെയാണ് ഒരു വാർണിംഗിന്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് തിരിച്ചവിടെ തന്നെ ഇടാം. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെപ്പിന് വരുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ സ്റ്റെപ്പിന് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 15 ഇഞ്ചാണ് സ്റ്റെപ്പിന് വീൽ വരുന്നത്. ഡ്രം ആണ്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഇതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡിക്കിയുടെ സ്പെയർ വീലിന്റെ കാര്യങ്ങളുള്ളത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഡിക്കി സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കവറിങ് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ക്ലാഡിംഗ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിന്റെയാണ് കവറിങ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡിലും കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിന്റെ ഡിക്കി വരുന്നത്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് പോകുമ്പോൾ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഡോർ പാഡ് ഈ രീതിയിലാണ് ഡോർ പാഡ് വരുന്നത്. മൾട്ടിപ്പിൾ കളേഴ്സിലാണ് ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കളർ, അതുപോലെ തന്നെ ഇവിടെ ഒരു കളർ, പിന്നെ ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ വെന്റിലേറ്റർ സീറ്റിന്റെ ബട്ടൺ ഏകദേശം ഈ ഒരു പ്ലേസിംഗിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹാൻഡിൽ വന്നിരിക്കുന്നത് ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിംഗിൽ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇത് പവർ വിൻഡോന്റെ അല്ല, നമ്മളെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ് ഓപ്ഷൻ തൊട്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററും ഓട്ടോ ഫോൾഡിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലോക്ക് ആൻഡ് ലോക്കിന്റെ ബട്ടൺ, അതുപോലെ തന്നെ ഇത് പവർ വിൻഡോ ബട്ടൺ, പവർ വിൻഡോ ലോക്കിന്റെ ബട്ടൺ, അതായത് വിൻഡോ ഗ്ലാസ് ലോക്കിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് അതായത് നമ്മൾ ഈ ഒരു ആം റെസ്റ്റ്, ഇത് ലെതർ അല്ല പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു ആം റെസ്റ്റ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ 2 ബോട്ടിൽ സുഖമായിട്ട് ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് വന്നിട്ടുള്ളത്. പിന്നെ ഹർമൻ കാർഡിന്റെ ആണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. ഇതിന് 4 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുവാണെങ്കിൽ 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും വരും. ഇനി നേരെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ട്രാക്ഷന്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുവാണെങ്കിൽ ട്രാക്ഷന്റെ മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ AC വിൻഡ് ഈ രീതിയിലാണ് AC വിൻഡ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു ഫിനിഷിംഗ് കാണാൻ പറ്റും. ഡിഫറെന്റ് കളേഴ്സിലാണ് ഓരോ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലൈസിംഗ് ഉള്ള ഫിനിഷിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൽ മാറ്റും ആ രീതിയിലുള്ള ഫിനിഷിംഗ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇതെവിടെയാണ് ബോണറ്റിന്റെ ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. അതുപോലെ തന്നെ നേരെ താഴേക്ക് ഇവിടെ ഫ്യൂൽ ലൈറ്റിന്റെ ഓപ്പണിംഗും കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഫ്യൂൽ ലൈറ്റിന്റെ ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. സീറ്റ്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ഹാക്ക് ചെയ്യുന്ന ഫീലുള്ള സീറ്റാണ്. ഈ രീതിയിലാണ് സീറ്റ് വന്നിട്ടുള്ളത്. നല്ല പാറ്റേണും അതിന്റെ കളർ തീം ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുവാണെങ്കിൽ ഇലക്ട്രിക്കൽ 5 വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റും മാനുവൽ ആയിട്ടുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കൊടുക്കും. അതുപോലെ തന്നെ വെന്റിലേഷനും അവൈലബിൾ ആവും. ആ രീതിയിലാണ് ടോപ്പ് എൻഡ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ റിയർ സൈഡിലും വെന്റിലേഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് കണ്ടോളാം. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടീൻ്റെ ഉള്ളിലാണുള്ളത്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ കീ വരുന്നത്. കീൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ സിൽവറിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഫോൾഡബിൾ ആണ്. അതുപോലെ തന്നെ ബട്ടൺസ് ഒക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ ഡിക്കിയുടെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് പോവുകയാണെങ്കിൽ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ബേസ് ഓപ്ഷൻ തൊട്ടേ വരുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് 2 സ്പോക്കാണ്. ഇവിടെ ഇത് നമ്മുടെ മീറ്റർ ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പാണ്. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. കിയാൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഈ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ബേസ് ഓപ്ഷൻ തൊട്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, ഹിൽ ഹോൾഡ്, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചർ വരുന്ന ഒരു വണ്ടിയാണ്. ബേസ് ഓപ്ഷൻ തൊട്ട് ഇത്രയും സേഫ്റ്റി ഫീച്ചർ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ ഇവിടെ പെഡൽ ഷിഫ്റ്റേഴ്സും കൂടെ ഇൻക്ലൂഡ് ആവും. ഇത് മാനുവലാണ്. പെട്രോൾ പറയുകയാണെങ്കിൽ 7 സ്പീഡ് ഓട്ടോമാറ്റിക്കും 6 സ്പീഡ് മാനുവലാണ് വരുന്നത്. അതിന് പവർ വരുവാണെങ്കിൽ
പെട്രോളിന് 114 bhp അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 172 Nm ടോർക്കുമാണ് വരുന്നത്. ഡീസലിലേക്ക് വരുവാണെങ്കിൽ 114 bhp അതുപോലെ തന്നെ ടോർക്ക് 250 Nm ടോർക്കുമാണ് ഡീസൽ വണ്ടിക്ക് വരുന്നത്. ഡീസൽ വണ്ടിന്റെ ഷിഫ്റ്റിംഗ് പറയുന്നതാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ സ്റ്റിയറിംഗിന്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വൈപ്പേഴ്സിന്റെ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് കാണാൻ പറ്റും. ഇവിടെ വൈപ്പേഴ്സിന്റെ കൺട്രോൾസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത്രയാണ് സ്റ്റിയറിംഗ് വീലിലുള്ളത്. ഇതിന്റെ ഡാഷ്ബോർഡ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡാണ് വന്നിട്ടുള്ളത്. നല്ല ഉയർന്നു നിൽക്കുന്ന ഒരു ഡാഷ്ബോർഡാണ്. പിന്നെ ഇതിന്റെ ഡിസൈനിങ് ഒക്കെ പറയുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനിങ് നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡിലും കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒരു പാറ്റേണും അതുപോലെ തന്നെ മൾട്ടി കളേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ, അതായത് ഗ്ലോസി ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ AC വെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു വശം വരെ, അതായത് സെൻട്രലിലെ ഈ ഹസാർഡ് ബട്ടൺ വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഒരു AC വെന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിയിലാണ് ബാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എയർ ബാഗിന്റെ ഓപ്ഷൻ ഇത് ഇവിടെ എയർ ബാഗ് കാണാൻ പറ്റും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 സ്പീക്കർ. ഇത് 4 സ്പീക്കർ മാത്രമല്ല 2 ട്വീറ്ററും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതായത് ബേസ് ഓപ്ഷൻ തൊട്ട് ഈ ഒരു സെറ്റിലാണ് വരുന്നത്. പിന്നെ ഹർമൻ കാർഡിന്റെയാണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പറയുകയാണെങ്കിൽ 10.2 ഇഞ്ചിന്റെ 2 സ്ക്രീനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പ്ലസ് മീറ്റർ ക്ലസ്റ്റർ ആണ് ഒരേ ഇതിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. അതിന്റെ ഒരു അനുമതി, ഈ ഒരു ടച്ച് സ്ക്രീനിന്റെ ആവശ്യങ്ങൾക്കുള്ള ബട്ടൺസും മാനുവലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യാത്ത സമയത്ത് അല്ലെങ്കിൽ കൈ എന്തെങ്കിലും പൊടിയെല്ലാം സമയത്ത് നമുക്ക് മാനുവൽ വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ തുടങ്ങി ഈ ഭാഗത്ത് എൻഡ് ചെയ്യുന്ന രീതി, അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് സെൻറ്റർ വരെ നീണ്ടു നിൽക്കുന്ന, അതിൻ്റെ അടിയിൽ നടുക്കായിട്ട് ഹസാർഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവർ സൈഡ് വരെ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ AC-യുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടൺസ് ആണ് AC-യിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC-ന്റെ ഫാനിൻ്റെ സ്പീഡൊക്കെ നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത്, നമ്മൾ നോബാണ് സാധാരണ കാണാറ്, പക്ഷേ ഈ രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. ഇത് 12 വോൾട്ട്, അതായത് മൊബൈൽ ചാർജറിൻ്റെ ഓപ്ഷനാണ്. ഇത് ഇവിടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓപ്പൺ ചെയ്ത് വരും. നമുക്ക് വേണമെങ്കിൽ അടക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സി ടൈപ്പ് ചാർജിങ് കാണാൻ പറ്റും. ഇവിടെയും സി ടൈപ്പ് ചാർജിങ് കാണാൻ പറ്റും. ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇതിൽ. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ടോപ്പ് എൻഡിലേക്ക് പോവുകയാണെങ്കിൽ ഇത് സ്റ്റോറേജ് സ്പേസ് അല്ല, ഇവിടെ ഒരു വയർലെസ് ചാർജറാണ് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെയും ക്യാമറയുടെയും ഒക്കെ ബട്ടൺസ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് കീ, ഇതിപ്പോൾ നമ്മളിപ്പോൾ പെട്രോൾ വണ്ടിയിലാണുള്ളത്, മാനുവൽ 6 സ്പീഡിലാണ്. ഇതിൻ്റെ റിവേഴ്സ് വരുന്നത് ഈ ഒരു രീതിയിലെ ക്ലിപ്പാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ക്ലിപ്പിൽ ഈ രീതിയിലാണ് റിവേഴ്സ് ഇടേണ്ടത്. പിന്നെ ഗിയർ നോബൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ മാനുവലായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കപ്പ് ഹോൾഡേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻ എൻ്റെ കയ്യിൽ മാറുന്നുണ്ട്. പിന്നെ തൊട്ട് ബാക്ക് പോവുകയാണെങ്കിൽ ഇതാ ഒരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറെസ്റ്റിൻ്റെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആംറെസ്റ്റ് ആണുള്ളത്. ഇതാണ് ഈ സെൻട്രൽ കൺസോളിൻ്റെ കാര്യങ്ങളുള്ളത്. ഇനി നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഇവിടെ മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള മിറേഴ്സ് വന്നിട്ടുണ്ട്. മാനുവൽ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഡിമ്മിങ്ങിലേക്ക് മാറും. ഇപ്പോൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ കുഷനൊക്കെ ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ കൊടുക്കുകയാണെങ്കിൽ ഒച്ച വരും, സാധാരണ സൗണ്ട് വരാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു പഫൊക്കെ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എയർ ബാഗ് ഓഫ് ഓൺ ഇൻഡിക്കേഷൻ ആണിത്. ഇത് നമ്മുടെ പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ബട്ടൺസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ലൈറ്റ്സിൻ്റെ ബട്ടൺസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. LED ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് സൺറൂഫിൻ്റെ ഇതാണ്. ബേസ് ഓപ്ഷൻ തൊട്ട് സൺറൂഫ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുവാണെങ്കിൽ പനോറമിക്കും, ബേസ് ഓപ്ഷൻ വരുവാണെങ്കിൽ സിംഗിൾ പെയിൻ ആയിട്ടുള്ള ഇതും വരുന്നുണ്ട്, സൺറൂഫും കൂടി വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഡ്രൈവർ സൈഡ് നോക്കുവാണെങ്കിൽ സൺഷെയ്ഡ് ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വാനിറ്റി മിറേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. നേരെ മറുഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ വാനിറ്റി മിറർ വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. സൺറൂഫ് നോക്കുവാണെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഇതുകൊണ്ട് താക്കോൽ ഓൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. താക്കോൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള, ഇത് സിംഗിൾ ടച്ചിലാണ് ഓപ്പറേറ്റ് ചെയ്യാൻ. ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കേണ്ട, സിംഗിൾ ടച്ചിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതോ സിംഗിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സൺറൂഫ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. താക്കോൽ ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇത് ഓണായി വരുന്നത്. ഇത് മോഡ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലൈറ്റ്സിൻ്റെ കളേഴ്സൊക്കെ മാറുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് മീറ്റർ ക്ലസ്റ്റർ കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടി ഞാൻ ഓഫാക്കി കാണിച്ചു തരാം. ഓൺ ചെയ്യുമ്പോൾ ഇത് ഓഫ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ കീൻ്റെ ഇത് കാണിക്കും. ഇനി ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഇതാണ്. ഇതിൽ റെഡും അതുപോലെ തന്നെ ഈ രീതിയിലൊക്കെ കാണുന്നത്. ഇതിൽ നടുക്ക് MID ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതിൽ ലോ ഫ്യൂൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇതാണ് സെലക്ഷനാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രീതിയിൽ സെലക്ട് ചെയ്യുന്നത്. ഇത് മാറ്റുമ്പോൾ അവിടെ നിന്ന് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കറണ്ട് ട്രിപ്പ്, സിൻസ് റീഫീലിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നോക്കുവാണെങ്കിൽ ഇവിടെയാണ് RPM മീറ്റർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല കളർഫുള്ളാണ്, കാണാൻ തന്നെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഇത്
നെക്സ്റ്റ് ഫ്യൂവലിൻ്റെ ഫില്ല് ചെയ്യേണ്ട ഇതാണ്. ഇത് ഷോറൂമിലെ വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഓഡോമീറ്റർ താഴെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റിൻ്റെ വാണിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈവർ സൈഡ് സീറ്റ് ബെൽറ്റാണ്. ഇത് ബാറ്ററിൻ്റെ വാണിങ് മീൻസ് ഇത് സ്റ്റാർട്ടാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇത് ബാക്കിയുള്ള ലൈറ്റ് ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെ ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. 10.2 ഇഞ്ച് ആണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 80 മേലെ കണക്റ്റീവ് ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓൺലൈനായിട്ട് മാനുവലി കിട്ടാനുള്ള QR കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് ഇത് ഹോം ബട്ടൺ, മാപ്പൊക്കെ ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് വോളിയം ബട്ടൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ ഇതാ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ്, സൗണ്ടിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിലാണ് സൗണ്ടിൻ്റെ ഒക്കെ വരുന്നത്. പൊസിഷൻ, ഈക്വലൈസർ, ഗൈഡൻസ്, ഇതിനെപ്പറ്റി അറിയുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ട്യൂൺ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്പ്ലേ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുണ്ട്. ഇത് ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങൾ, ഇത് ക്ലസ്റ്ററിൻ്റെ സെറ്റിങ്സും എല്ലാം ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുവാണെങ്കിൽ ADAS ലെവൽ 2 സേഫ്റ്റിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യമുള്ളൂ. അത് ഇൻഫർടൈൻമെൻറ്റ് കാര്യങ്ങൾ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. മിക്കവാറും ഒരു ഫുൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആവില്ല, അത്രയും അധികം ഫീച്ചേഴ്സ് ഇതിൽ പറയാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇൻഫർടൈൻമെൻറ്റ് കാര്യങ്ങൾ. ഇനി വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു QR കാണാൻ പറ്റും. QR കോഡ് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ ഡീറ്റെയിൽസും അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ആ QR കോഡ് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഈ വണ്ടിയിൽ ഉപയോഗിച്ച് റീസൈക്കിൾ ചെയ്തതും എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലൗ ബോക്സിൻ്റെ ഓപ്പണിംഗ് ഈ രീതിയിലാണ് വരുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ എയർ ബാഗിന് പറഞ്ഞിട്ടുണ്ടായിരുന്നതിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ താക്കോലിട്ടിട്ട് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് പാസഞ്ചർ സൈഡ് മാത്രമേ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മുൻഭാഗത്ത് ഓവറോൾ എല്ലാ കാര്യങ്ങളും കണ്ടു. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിൻ്റെ ഡോറിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഡോർ പാഡ് വരുവാണെങ്കിൽ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ പിൻഭാഗത്തും AC വെന്റിലേറ്റഡ് സീറ്റാണ് വരുന്നത്. അത് ടോപ്പ് എൻഡിൽ കേട്ടോ. ഇനി നേരെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ പവർ വിൻഡോയുടെ ബട്ടൺ കാണാം. ഇവിടെ ഒരു ആംബ്രസ്റ്റിന്റെ പൊസിഷൻ കാണാം. കാർബൺ ഗാർഡിന്റെ സ്പീക്കേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്ത് ചെറിയൊരു രീതിയിലാണ് ഇതിന്റെ ഒരു കപ്പോർട്ട് വന്നത്. പിന്നെ ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റി ഞാൻ കാണിച്ചു തരാം. ഷെയ്ഡ്, അതായത് പിൻഭാഗത്ത് സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കേരളത്തിലെ ഒരു ക്ലൈമറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇനി നേരെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. ഉള്ളിലത്തെ സ്പേസിനെ കാറ്റും പറയുന്നത് നമ്മളിതിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇരുത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ നീങ്ങിയിരിക്കാം. പിന്നെ സെന്റർ ടണിൽ ചെറിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 പേർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റും. ഈ രീതിയിലാണ് ഇരുത്തം വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. ഇത് ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഷെയ്ഡ് ഒന്ന് താത്തിടാം. ഈ രീതിയിലാണ് ഇതിന്റെ ഇരുത്തം വരുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് റൂമും നല്ല രീതിയിൽ കിട്ടുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേണം പറയാൻ. പിന്നെ ഇവിടെ ഒരു ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പിൻഭാഗത്ത് AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചാർജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്തുള്ളത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 60/40 ആണ് സീറ്റ് വരുന്നത്. ആംറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ഒക്കെ ഇവിടെ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. അതിന് ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പിൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. ഇനി എഞ്ചിൻ സൈഡ് കൂടി നമുക്ക് പോകാനുണ്ട്. അതും കൂടി നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യം. അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ ഓവറോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ ടോപ്പ് എൻഡിന്റെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഡാഷ് ക്യാം ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വണ്ടിയാണിത്. ഉള്ളിലത്തെയും പുറമേത്തെയും ഡാഷ് ക്യാം വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ടോപ്പ് എൻഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ADAS വരുന്നുണ്ട് ടോപ്പ് എൻഡിൽ. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സൗണ്ട് സിസ്റ്റത്തിന് വലിയ, അതായത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് കുറേ സ്പെഷ്യാലിറ്റി വരുന്നത്. 80 മേലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റ്, നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ മൊബൈലിൽ വെച്ചിട്ട് നമുക്ക് കീ, അതായത് വണ്ടിയുടെ കീ മൊബൈലായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പൊ ഇതിലാണ് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിന് കാര്യം നോക്കുവാണെങ്കിൽ പെട്രോളിലും ഡീസലിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിപ്പം ഡീസലാണ്. പെട്രോൾ വരുവാണെങ്കിൽ 998 cc 3 സിലിണ്ടർ ടെർബോ എഞ്ചിനാണ് വരുന്നത്. അതിന്റെ പവർ വരുന്നത് 118 bhp യും അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 172 Nm ടോർക്കാണ് വരുന്നത്. ഇതിന്റെ ഗിയർ ട്രാൻസ്മിഷൻ പറയുകയാണെങ്കിൽ 7 സ്പീഡ് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ പെട്രോളിലാണ് 6 സ്പീഡ് മാനുവലും വരുന്നുണ്ട് പെട്രോളിന്റെ കാര്യത്തിൽ. ഇനി ഡീസൽ പറയുകയാണെങ്കിൽ 1500 cc 4 സിലിണ്ടർ ടെർബോ ആണ് ഡീസലിന്റെ വരുന്നത്. അതിലും 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഓവറോൾ ഇതിന്റെ എഞ്ചിന്റെ സ്പെക്കിന്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കിയ സിറോസിന്റെ വിശേഷങ്ങളുള്ളത്. നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുട്ടിലുള്ള DKH കിയ ആണ്.
പിന്നെ ഈ ഒരു വണ്ടിയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടാം, നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചോക്കാം. അപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.